evening, one and all. Today we are going to discuss another new topic, the reading process. അപ്പോൾ ഈ ഒരു ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സൈലന്റ് റീഡിംഗ് ആൻഡ് റീഡിംഗ് അലൗഡ് അല്ലെ. അപ്പോൾ ഈ ഡിഫറൻസുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. സൈലന്റ് റീഡിങ്ങും അതുപോലെ തന്നെ റീഡിംഗ് അലൗഡും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. എനിവേ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് റീഡിംഗ് പ്രോസസ്. ഓക്കെ, അപ്പൊ നോക്കാം. Reading is a process of constructing meaning from written text. അല്ലെ, നമുക്കറിയാം റീഡിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ആണ്. പലപ്പോഴും നമ്മൾ റീഡ് ചെയ്യാറുള്ളത് റിട്ടൺ ടെക്സ്റ്റുകളാണ് അല്ലെ. ദാറ്റ് ക്യാൻ ബി ന്യൂസ് പേപ്പേഴ്സ് ആവാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളാവാം അല്ലെ, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആവാം, റിപ്പോർട്ടുകളാവാം, ലെറ്റേഴ്സ് ആവാം അല്ലെ. ഇതൊക്കെ നമ്മൾ സാധാരണ റീഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ റീഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കൺസ്ട്രക്ടിങ് മീനിങ് ഫ്രം റിട്ടൺ ടെക്സ്റ്റ്. റിട്ടൺ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ മീനിങ് കൺസ്ട്രക്ട് ചെയ്യുക, കാര്യങ്ങൾ വായിച്ചിട്ട് റീഡ് ചെയ്തിട്ട് ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയാറുള്ളത്. ഇൻ കൺസിഡറിങ് ദ റീഡിംഗ് പ്രോസസ് വി ഹാവ് ടു ഡിസ്റ്റിംഗ്വിഷ് റീഡിംഗ് ആക്ടിവിറ്റീസ് ഇൻ ടു ടു അല്ലെ. അപ്പൊ ഇവിടെ റീഡിംഗ് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു അല്ലെ. ആ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാവാം. ഏതൊക്കെ? സൈലന്റ് റീഡിംഗ് ആവാം, അതുപോലെ തന്നെ റീഡിംഗ് അലൗഡ് അല്ലെ. ലൗഡ് റീഡിംഗും ഉണ്ട്, അതുപോലെ തന്നെ സൈലന്റ് റീഡിംഗ് ഉണ്ട് അല്ലെ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാ, റീഡിംഗ് എന്ന് പറയാറുള്ളത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ കൺസിഡറിംഗ് ദ റീഡിംഗ് പ്രോസസ് വി ഹാവ് ടു ഡിസ്റ്റിംഗ്വിഷ് റീഡിംഗ് ആക്ടിവിറ്റീസ് ഇൻ ടു ടു, reading for meaning and reading aloud. Okay, അപ്പം considering the reading process we have to distinguish reading activities into two, reading for meaning and reading aloud. ഇനി നോക്കാം നമുക്ക് what are the differences between reading for meaning അല്ലെങ്കിൽ സൈലന്റ് റീഡിംഗ് ആൻഡ് റീഡിംഗ് അലൗഡ് അല്ലെ. അപ്പൊ റീഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത് അതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സൈലന്റ് റീഡിങ്ങും ലൗഡ് റീഡിങ്ങും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈലന്റ് റീഡിംഗ് ആൻഡ് ലൗഡ് റീഡിംഗ്. അപ്പൊ ഫസ്റ്റ് നോക്കാം. സൈലന്റ് റീഡിംഗ് ഇസ് എ പ്രോസസ് വേർ വി ലുക്ക് അറ്റ് ദി ടെക്സ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അല്ലെ. അപ്പം സൈലന്റ് റീഡിംഗ് എന്ന് പറയുന്നത് വി ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പം ടെക്സ്റ്റ് ബുക്കുകള്, നോട്ട് ബുക്കുകളൊക്കെ നമ്മൾ റീഡ് ചെയ്യാറുണ്ട്, നോട്ട്സ് ഒക്കെ നമ്മൾ റീഡ് ചെയ്യാറുണ്ട് അല്ലെ. അതും അവിടെ നമ്മൾ പ്രൈമറി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെ. എന്നാലോ ലൗഡ് റീഡിങ്ങോ നോക്ക് നിങ്ങൾ. റീഡിംഗ് അലൗഡ് ഈസ് എ പ്രോസസ് വേർ വി ഹാവ് ടു ലുക്ക് അറ്റ് ദി ടെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു സേ ഇറ്റ് അല്ലെ. റീഡിംഗ് അലൗഡിൽ രണ്ട് പ്രോസസ് അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ രണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസ് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ടെക്സ്റ്റ്, അതോടൊപ്പം തന്നെ വി ഹാവ് ടു പ്രൊനൗൺസ് ഇറ്റ് അല്ലെ. പ്രൊനൗൺസ് ചെയ്യാൻ വേണം, അതുപോലെ തന്നെ അത് മനസ്സിലാക്കുകയും വേണം. എന്നാൽ സൈലന്റ് റീഡിംഗിൽ ഒരേ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പ്രൈമറി എയിം എന്ന് പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ സൈലന്റ് റീഡിംഗിന്റെ പ്രൈമറി കൺസേൺ. എന്നാൽ റീഡിംഗ് അലൗഡില് രണ്ട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സുകൾ തന്നെ നടക്കുന്നുണ്ട്. ഏത്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ലെസ് ഡിഫിക്കൽട്ട് ദാൻ റീഡിംഗ് അലൗഡ് അല്ലെ. അപ്പം സൈലന്റ് റീഡിംഗ് എന്ന് പറയുന്നത് ലെസ് ഡിഫിക്കൽട്ട് ആണ് അല്ലെ. ബിക്കോസ് റീഡേഴ്സ് ഹാവ് ടു ഗിവ് അറ്റൻഷൻ ഓൺലി ടു റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. അപ്പൊ ഇവിടെ സൈലന്റ് റീഡിംഗിൽ എന്തിനു മാത്രം കൺസിഡർ ചെയ്താൽ മതി, അണ്ടർസ്റ്റാൻഡിങ്ങിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അല്ലെ. കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ കൺസേൺ ആയിട്ട് വരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലെസ് ഡിഫിക്കൽട്ട് ദാൻ ലൗഡ് റീഡിംഗ്. എന്നാലോ ഇറ്റ് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ആക്ടിവിറ്റി ദാൻ റീഡിംഗ് സൈലന്റ്ലി ബിക്കോസ് അവർ അറ്റൻഷൻ ഹാസ് ടു ഗിവ് ബോത്ത് റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് അല്ലെ. ലൗഡ് റീഡിംഗ് എന്ന് പറയുന്ന സമയത്ത് അല്ലെ, പിന്നെ രണ്ട് ആക്ടിവിറ്റീസ് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ഏതൊക്കെ? വി ഹാവ് ടു ഗിവ് അറ്റൻഷൻ ബോത്ത് റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ് അല്ലെ. നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നതിന് പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് കൊടുക്കണം, അതോടൊപ്പം മനസ്സിലാക്കുകയും വേണം അല്ലെ. അപ്പൊ ഒരേ സമയത്ത് രണ്ട് കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ മച്ച് മോർ ഡിഫിക്കൽട്ട് ആക്ടിവിറ്റി ദാൻ റീഡിംഗ് സൈലന്റ്ലി. The next difference, it enables us to have an immediate comprehension and understanding. അല്ലെ. അപ്പൊ സൈലന്റ് റീഡിംഗിൽ എന്ത് പോസിബിൾ ആക്കും,
എന്ത് ഇമ്മീഡിയറ്റ് കോംപ്രിഹെൻഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. സൈലന്റ് റീഡിങ് കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് എന്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, മീനിങ്ങിൽ മാത്രം, കോംപ്രിഹെൻഷൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. എന്നാലോ റീഡിങ് അലൗഡ് ഇൻ അനദർ ലാംഗ്വേജ് ഈസ് മോർ ഡിഫിക്കൽട്ട് അല്ലെ. അപ്പൊ നമുക്കറിയാൻ പറ്റും, നമ്മളിപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് റീഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, അപ്പം പിന്നെ അവിടെ പലപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരിക്കലും മദർ ടങ് അല്ല. പ്രൊനൗൺസിയേഷനും ന്യൂ വേർഡ്സും ഒക്കെ പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പം അതോടൊപ്പം തന്നെ അതൊരു കോംപ്രിഹെൻഷൻ മനസ്സിലാക്കുക എന്ന് പറയുന്ന സമയത്ത് അതെന്തായിരിക്കും, കൂടുതൽ എളുപ്പത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മീനിങ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് വൺ, സൈലന്റ് റീഡിംഗ് കൺസ്യൂംസ് ലെസ് ടൈം. Readers can cover many paragraphs within a limited time than the loud reading അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൈലന്റ് റീഡിംഗ് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് സൈലന്റ് റീഡിംഗ് കൺസ്യൂംസ് ലെസ് ടൈം അല്ലെ. അപ്പൊ നമുക്കറിയാൻ പറ്റും, നമുക്കൊരു പാരഗ്രാഫ് സൈലന്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ സെയിം പാരഗ്രാഫ് തന്നെ നമ്മൾ ലൗഡ് റീഡിങ്ങിന് പോവുകയാണെങ്കിൽ അല്ലെ, നമുക്ക് അവിടെ കാണാൻ പറ്റും അത് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യും അല്ലെ. ഓരോ വേർഡ് ബൈ വേർഡ് പ്രൊനൗൺസ് ചെയ്ത് വരുമ്പോഴേക്കിന് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൈലന്റ് റീഡിംഗ് കൺസ്യൂംസ് ലെസ് ടൈം. റീഡേഴ്സ് ക്യാൻ കവർ മെനി പാരഗ്രാഫ്സ് വിത്തിൻ എ ലിമിറ്റഡ് ടൈം ദാൻ ദി ലൗഡ് റീഡിംഗ്. എന്നാലോ ഇറ്റ് കൺസ്യൂംസ് മോർ ടൈം ദാൻ ദി സൈലന്റ് റീഡിംഗ്. നെക്സ്റ്റ് ഡിഫറൻസ്, ഇറ്റ് ഹെൽപ്സ് us to improve reading comprehension അല്ലെ. അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷൻ പലപ്പോഴും നമ്മളൊക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. പല നിങ്ങളുടെ കോഴ്സിനും അല്ലെ ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് പേപ്പറിനൊക്കെ പല ഇംഗ്ലീഷ് പേപ്പേഴ്സിനും കോമൺ പേപ്പറിലൊക്കെ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെ. അപ്പൊ അവിടെ ഈ സൈലന്റ് റീഡിംഗ് നമ്മൾ എന്തിനു സഹായിക്കുന്നുണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷനെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ലൗഡ് റീഡിംഗ് ടീച്ച് us to പ്രൊനൗൺസിയേഷൻ അല്ലെ. എന്നാൽ ലൗഡ് റീഡിംഗ് നമ്മളെ കുറച്ചും കൂടെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രൊനൗൺസിയേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സൈലന്റ് റീഡിംഗ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, എസ്പെഷ്യലി ഫോർ റീഡിംഗ് കോംപ്രിഹെൻഷൻ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ലൗഡ് റീഡിംഗ് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ, നേരത്തെ ഏർലി ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ അല്ലെ പ്രൊനൗൺസിയേഷനും എന്ത് കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ്. കോംപ്രിഹെൻഷനോടൊപ്പം തന്നെ എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പ്രൊനൗൺസിയേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇൻ സൈലന്റ് റീഡിംഗ് there are not many roles for expressions അല്ലെ. ഇപ്പം സൈലന്റ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പ്രഷൻസിനൊന്നും അല്ലെ, നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ വോയിസിലൊക്കെ നമ്മൾ മോഡുലേഷൻസ് വരുത്താറുണ്ട്, വേരിയേഷൻസ് ഒക്കെ വരുത്താറുണ്ട് അല്ലെ. അപ്പം അതിനൊന്നും എവിടെ സൈലന്റ് റീഡ് ആവുന്ന സമയത്ത് എക്സ്പ്രഷൻ ആരും കേൾക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ പുറത്തോട്ട് വരില്ല അല്ലെ. എന്നാലോ ഇതേ സമയത്ത് റീഡിംഗ് ലൗഡ് റീഡിംഗ് ആണെങ്കിലോ ഇറ്റ് ഹെൽപ്പ് us സ്പീക്ക് വിത്ത് സ്യൂട്ടബിൾ എക്സ്പ്രഷൻസ് അല്ലെ. ഇപ്പം ഏതൊക്കെ ഒരു ഡ്രാമ റീഡ് ചെയ്യാണ് അല്ലെ, ചില നോവൽസ് ഒക്കെ റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ അല്ലെ നമ്മുടെ വോയിസിലൊക്കെ വേരിയേഷൻസ് വരും, മോഡുലേഷൻ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്രഷൻസിലൊക്കെ, ഫേഷ്യൽ എക്സ്പ്രഷൻസിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഇമോഷൻസും ഫീലിങ്ങുകളും ഒക്കെ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്നാലോ അത് എന്തിൽ പോസിബിൾ അല്ല, സൈലന്റ് റീഡിംഗിൽ പോസിബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, റീഡിംഗ് ഇൻ സൈലന്റ് is all about reading for meaning and understanding. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റീഫ്രൈസ് ചെയ്തുകൊണ്ട് പറയാണ്, റീഡിംഗ് ഇൻ സൈലന്റ് is all about reading for meaning and understanding. അപ്പൊ സൈലന്റ് റീഡിങ്ങിന്റെ പ്രൈമറി കൺസേൺ എന്ന് പറഞ്ഞാൽ മീനിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കാറുള്ളത്. റീഡിംഗ് അലൗഡ് is not just to understand a text but to convey the information to someone else who has no access അല്ലെ. അപ്പൊ നോക്ക നിങ്ങൾ, റീഡിംഗ് അലൗഡ് എന്ന് പറയുന്നത് that is not just to understand a text, ഒരു ടെക്സ്റ്റ് മനസ്സിലാക്കുക, പാരഗ്രാഫ് മനസ്സിലാക്കുക, ഒരു പാസേജ് മനസ്സിലാക്കുക, സെന്റൻസ് മനസ്സിലാക്കുക എന്നുള്ളതല്ല. അതിൽ അപ്പുറം ടു കൺവേ ദ ഇൻഫർമേഷൻ ടു സംവൺ എൽസ് ഹു ഹാസ് നോ ആക്സസ് അല്ലെ. അപ്പൊ നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കാറ് അങ്ങനെയും വരാറുണ്ട്. ഇൻഫർമേഷൻ മനസ്സിലാക്കാന്നൊപ്പം തന്നെ ഇത് വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനൊക്കെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരും ആക്സസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട് അല്ലെ. ആ ഒരു കോണ്ടെക്സ്റ്റിലും നമ്മൾ ഏത് ഉപയോഗിക്കാറുണ്ട്, ലൗഡ് റീഡിംഗ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഡിഫറൻസസ് വരുന്നത്. അപ്പം റീഡിംഗ് പ്രോസസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റീഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കൺസ്ട്രക്ടിങ് മീനിങ് ഫ്രം റിട്ടൺ ടെക്സ്റ്റ്. Considering the reading process, we have to distinguish reading into two
സൈലന്റ് റീഡിംഗ് ആൻഡ് ലൗഡ് റീഡിംഗ് അല്ലെ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈലന്റ് റീഡിംഗ് ആൻഡ് റീഡിംഗ് aloud. അപ്പം anyway, today let us stop here. See you soon with the new classes. Have a nice day.